അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിപ്പോൾ ഉള്ളത് ധൈഷണിക നഗരിയിലാണ്. കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ദിവസമാണ്. ആ ബിഗ് ഡേയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഒരുപാട് ആളുകൾ നമ്മുടെ സമ്മേളന നഗരിയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ സമ്മേളന നഗരി സജീവമാകുന്നത് നമുക്കവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഞാനുള്ളത് വൈബ്സിന്റെ റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് ഞാനുള്ളത് നമ്മുടെ ധൈഷണിക നഗരിയിലാണ്. ധൈഷണിക നഗരിയിൽ ഇന്നിപ്പോ വിജ്ഞാന സമ്മേളനം നടക്കാനിരിക്കുകയാണ്. രാവിലെ 9:30 വിജ്ഞാന സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞാൽ 1 മണി വരെയാണ് നമ്മൾ കണ്ടിട്ടുള്ള സമയം. ആ വിജ്ഞാന നഗരിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്കിവിടെ കാണാൻ കഴിയും ഒരുപാട് ആളുകൾ, ഒരുപാട് കുട്ടികൾ ഇവിടെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ തിരുവനന്തപുരം, അതുപോലെ തന്നെ കാസർഗോഡ് പോലെയുള്ള കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള ഭാഗത്തു നിന്നുള്ള കുട്ടികൾ പല ആളുകളും എത്തിക്കഴിഞ്ഞു. മലബാർ ഏരിയയിൽ നിന്നും അതുപോലെ തന്നെ എറണാകുളം പോലെയുള്ള ഏരിയയിൽ നിന്നുള്ള ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഇവിടെയുള്ള വിസ്ഡം സ്റ്റുഡൻസിന്റെ പിന്നെ സാരഥികളെ നമുക്കൊന്ന് പിന്നെ അവരുമായിട്ടൊന്ന് സംസാരിച്ചു നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താണ് ഇപ്പോ പിന്നെ ആളുകളൊക്കെ എത്തിച്ചേർന്നല്ലേ, എന്താ തോന്നുന്നത്? ഇത് നമ്മുടെ ദൈക്ഷണിക നഗരി. ഇവിടെ പിന്നെ 9:30 നമ്മൾ പരിപാടി ആരംഭിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു 8 മാസത്തെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി അവസാനമായി ഇന്ന് അത് സംഭവിക്കുകയാണല്ലോ. അപ്പോൾ വിദ്യാർത്ഥികൾ വന്നു തുടങ്ങി, ഇവിടെ എത്തി. ഇപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വന്ന വിദ്യാർത്ഥികൾ. 9:30 മണിയോടുകൂടെ നമ്മൾ ആരംഭിക്കുമെന്നാണ് ഇപ്പം വിചാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ സമ്മേളനത്തിന്റെ നഗരിയിലേക്ക് ഒന്നുകൂടി പിന്നെ ഉള്ളിലോട്ട് പോയോക്കാം. അസ്സലാമു അലൈക്കും. നമ്മുടെ ആങ്കർ അവിടെ നിന്ന് മുങ്ങിയിട്ട് പിന്നെ ഇവിടെ പൊങ്ങിയിട്ടുണ്ട്. എന്താണ് ഇവിടെ, എന്താ പരിപാടി? എന്താ? അല്ല, ഇവിടെ നമ്മള് ഹെൽപ്പ് ഡെസ്ക് ആണ്. പിന്നെ എൻക്വയറിക്കുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കാണ്. സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ആങ്കർ ഇവിടെ ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് പുറത്തേക്ക് പോവാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ സമ്മേളനം നടക്കുന്നു എന്നുള്ളത് മീഡിയയിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ പിന്നെ പത്രമാധ്യമങ്ങൾക്ക് നമ്മുടെ ഈ സമ്മേളനം നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എന്ത് തോന്നുന്നു? അൽഹംദുലില്ലാ, നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാൻ ഇരിക്കുകയാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അതിൻ്റെ ആങ്കറിങ്ങിന് വേണ്ടി ഇപ്പോൾ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് തടസ്സപ്പെടുത്തുന്നില്ല. നമ്മുടെ പിന്നെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മളൊന്ന് പരിശോധിക്കാം. ഇവിടെ നമുക്കുള്ളത് മാധ്യമം പത്രത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ നോക്കാം, നമുക്ക് അതിൻ്റെ റിപ്പോർട്ടുകൾ നോക്കാം. ഇവിടെ നോക്കൂ, മാധ്യമപത്രത്തിൽ 5-ാമത്തെ പേജിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, വിസ്ഡം സ്റ്റുഡൻസ് കോൺഫറൻസ് ഇന്ന് പെരിന്തൽമണ്ണയിൽ. വിസ്ഡം സ്റ്റുഡൻസ് സംസ്ഥാന സമിതിയുടെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് ഞായറാഴ്ച പെരിന്തൽമണ്ണയിൽ നടക്കും. സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്ന സൊല്യൂഷൻ വൈജ്ഞാനിക പ്രദർശനം ശനിയാഴ്ച സമാപിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യമായിരുന്നു. അതായത് പിന്നെ കഴിഞ്ഞ 5 ദിവസമായി സൊല്യൂഷൻ എക്സ്പോ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ സൊല്യൂഷൻ എക്സ്പോ നമുക്കറിയാം ഒരുപാട് ആളുകൾ അവിടെ സന്ദർശിക്കുകയും ഏറ്റവും അവസാനം പിന്നെ ജനബാഹുല്യം കാരണം നമുക്ക് അവസാനം പിന്നെ ഇന്നലെ 1 മണിക്ക് നിർത്തിവെക്കും എന്ന് പറഞ്ഞിരുന്ന നമ്മുടെ സൊല്യൂഷൻ അത് പിന്നീട് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നിരുന്നു. രാത്രി 1 മണിയും 2 മണിയും 3 മണിയൊക്കെ ആയിട്ടാണ് സൊല്യൂഷൻ എക്സ്പോ സമാപിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ആ സൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന പവലിയൻ അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ധൈഷണിക നഗരിയായിട്ട് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ധൈഷണിക നഗരിയിൽ ഇപ്പോൾ ഇവിടെ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു വശത്ത് സ്ത്രീകളാണ്, നമ്മുടെ പെൺകുട്ടികൾ ഒരു വശത്ത് അവരുടെ വേദി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മറുവശത്ത് ആൺകുട്ടികളാണ്. എന്തായാലും ഈ ധൈഷണിക നഗരി ഇന്ന് 9:30 മുതൽ 1 മണി വരെ പ്രവർത്തിക്കും. അതിനുശേഷം അവരുടെ ഭക്ഷണവും നമസ്കാരവും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ പ്രധാനപ്പെട്ട വേദിയിലേക്ക് നമ്മുടെ സമ്മേളനം ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ധർമ്മസമര നഗരിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. അതിനിടയ്ക്കുള്ള 3 മണിക്കൂറുകൾ 1 മണി മുതൽ 4 മണി വരെ നമ്മുടെ വൈബ്സിൽ നിന്ന് തത്സമയം ഈ വേദിയിലുള്ള ഓരോ ചലനങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. വരുന്ന വിദ്യാർത്ഥികളെ നമ്മുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.